ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞായറാഴ്ച കൊണ്ട് എല്ലാവർക്കും ബിരിയാണി എന്നൊരു കൊതി. അപ്പോൾ എൻ്റെ ബിരിയാണി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ അമ്മമ്മയും കൂടി സഹായിക്കാനുണ്ട്. അപ്പോൾ അമ്മമ്മ എനിക്ക് ചിക്കനൊക്കെ നന്നാക്കി നല്ല കഴുകി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ നന്നാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേഗം എളുപ്പമാവും. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നമുക്ക് ചതച്ചിട്ടൊന്ന് വരിക, മിക്സിയിലൊന്ന് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അച്ഛനും മോനും കൂടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അല്ലുവാണ് എനിക്ക് സഹായിച്ചു തന്നത്. അതിൻ്റെ ഇടയ്ക്ക് ദക്ഷിമോനാണെങ്കിൽ അടുക്കളയിൽ തന്നെ ബിരിയാണി ആയോ നോക്കി ഓന് തീരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഹായ് പറ, ഹായ് പറ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മസാലകളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നു. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ മതിയാവും. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കനിൽ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സായി കളയുക. ഈ ബിരിയാണി നമ്മൾ ഒരു വെറൈറ്റിക്ക് പുറത്തുനിന്നാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ പഴയ കാലത്തുള്ള അടുപ്പിലെല്ലാം ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അതിന് വേണ്ടി അമ്മമ്മയും കൂടി സഹായിച്ചു ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാം അമ്മമ്മ കണ്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ അമ്മമ്മ സഹായിച്ചു ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് വെച്ച് കൊടുക്കുക. തീയെല്ലാം നല്ലോണം കത്തിച്ചിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ലാണ്ട് കത്തിച്ച്. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ ദശമൂന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബിരിയാണിയിലേക്ക് നമുക്ക് നല്ലോണം മുരിയാനൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പം തന്നെ നമുക്ക് ചിക്കൻ കോരി മാറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്കിന്ന് മാറ്റിയെടുക്കാം. കയമരി നല്ലോണം വൃത്തിയാക്കി നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ബിരിയാണിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി വേണ്ട എല്ലാ സ്പൈസസും കൂടി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ റെഡി ആയിക്കോന്ന് ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ നന്നായി കത്തുന്നുണ്ട്, നല്ലോണം ആവുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഞങ്ങൾ എടുത്ത് നല്ലോണം മുരിഞ്ഞിട്ടില്ല എന്നാൽ കുക്കായിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ട്രിപ്പും കൂടി അങ്ങനെ 2 ട്രിപ്പായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു. നല്ലോണം കുക്കാക്കി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ അരീൻ്റെ സാധനം ചോറിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ആദ്യം ഞാൻ ചിക്കനിലുള്ള കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിൽ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. എല്ലാ സ്പൈസസും നമുക്ക് അതിലിട്ട് കൊടുക്കുക. അത് കുറച്ച് നല്ല എണ്ണ ചൂടായതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് കുറച്ച് ടേസ്റ്റായി വരണമെങ്കിൽ അതുതന്നെ വേണം. പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ചതച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുതിർത്ത് വെച്ച കയമരി, ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 3 കപ്പ് അരിക്ക് ഡബിൾ വെള്ളം, അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ ഓരോ അരിൻ്റെ ഈലാണ് ഉണ്ടാവുക. എൻ്റെ ഈ അരിക്ക് 3 കപ്പിന് 3 കപ്പ് എക്സ്ട്രാ ഉപയോഗിച്ചാൽ, ഡബിളായിട്ട് ഉപയോഗിച്ചാൽ കറക്റ്റ് വേവായിരിക്കും. അപ്പം കുക്കറിൽ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉപയോഗിക്കുന്നത്. ഒരു വിസിലുകൊണ്ട് എൻ്റെ ചോറ് നന്നായി വേവാറുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലുള്ളിലത്തെ എല്ലാ സ്പൈസസും ഉള്ളിയും എല്ലാം കൂടി മിക്സായിട്ട് വരണം. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ്, വെള്ളത്തിനേക്കാൾ ഒരല്പം കൂടുതൽ ഉപ്പ് ഉണ്ടെങ്കിൽ ചോറിന് കറക്റ്റ് ആവുള്ളൂ. ദക്ഷിമോന് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ദക്ഷിമോനാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ നിന്ന് തന്നെ ഒരു കളി സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കളിക്കുന്ന ഞങ്ങൾ രണ്ടാളും കൂടിയും കൂടുതൽ കളി തന്നെ.
അപ്പോൾ അരി സെറ്റായിട്ടുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച് അതേ ചട്ടി നമ്മൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇതിലും കുറച്ച് ചേർക്കാം. പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി ഞാൻ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളി ഞാൻ മുഴുവനായി ചേർത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ഉള്ളി വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം അതെല്ലാം കൂടി മിക്സായി നല്ലോണം വരണ്ട് വരുന്നവരെ മിക്സായി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി, 2 തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 2 തക്കാളി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തക്കാളി ഉടയുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. എന്നപ്പോൾ വേഗം തക്കാളി എല്ലാം നല്ലോണം വെന്ത് കിട്ടും. ഈ രീതിയിൽ നമുക്ക് വേവിച്ച് കൊടുക്കുക. തക്കാളി എല്ലാം കൂടി നല്ലോണം അടി പിടിക്കുന്നുണ്ടോ നോക്കാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ച് കൊടുത്ത് വെക്കുക. ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല എരിവുള്ള മുളക് പൊടി കൊണ്ട് 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം മല്ലിപ്പൊടി ചേർക്കുന്നത് കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് അധികം വേണമെങ്കിൽ കുറച്ചധികം ചേർത്താം. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. അതും നമുക്കൊരു ഏകദേശ കണക്കിന് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇത് ചേർക്കുന്നത് സ്പെഷ്യലായിട്ട് മീറ്റ് മസാല ചേർക്കുന്ന, അല്ലാതെ ചിക്കൻ മസാല. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി കൊണ്ട് ഞാൻ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ തന്നെ നോക്കണം. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അടുത്തതായി നമുക്ക് ചിക്കൻ, നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ആ മസാലകളെല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തൈരാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല പുളിയുള്ള മോര് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തൈരുണ്ടെങ്കിൽ അത്രയും നല്ലത്, അത് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഉപയോഗിച്ചതാണ്, മോരാണ് ഉപയോഗിച്ചത്. ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. നന്നായിട്ട് എല്ലാം മിക്സാക്കി കൊടുക്കുക. ചിക്കൻ എല്ലാം കൂടി മിക്സാക്കി വെക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർക്കാനുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇത് നല്ല മണമുള്ളൊരു ഇലയാണ്. ഇതിന് ബിരിയാണിക്കെല്ലാം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അടുക്ക് നമ്മളൊരു പൂച്ചക്കൂട്ടം വന്ന് എന്തി നോക്കുന്നുണ്ട്, ബിരിയാണി റെഡി ആയിക്കോ നോക്കാൻ നിൽക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി കുറച്ച് പൊരിക്കാനുണ്ട്. അതിന് വേണ്ടി കുറച്ച് എണ്ണ പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സവാള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ലോണം പൊരിക്കാം. നന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നന്നായി നല്ല പൊരിഞ്ഞ് വരണം. നല്ല ബ്രൗണിഷ് കളറാകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കളറ് ബ്രൗണിഷ് കളറായി വന്നിട്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇറക്കാമല്ലോ. നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക്
ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല മുഴുവനായും ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് ഫസ്റ്റ് അടിയിൽ മൊത്തം ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ഇല വെച്ചിട്ടാണ് ഞാൻ ചോറിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മസാലയും ഫുള്ള് ഇതിലേക്ക് അടിയിൽ നന്നായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ ഉണ്ടാക്കി വെച്ച ചോറ് നമുക്ക് നോക്കാം, നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഒരു വാഴയില ചിക്കൻ്റെ മസാലയിലേക്ക് മേലെ വെച്ച് കൊടുത്ത് ഇല ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒന്ന് മേലേക്ക് കീറി വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൈമ ബിരിയാണി അരി, ബിരിയാണീൻ്റെ ചോറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മേലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം നിരത്തി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ നിരത്തിയതിന് ശേഷം ഞാൻ കുറച്ച് നേരത്തെ പൊരിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. 1/2 kg ആണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. നല്ല സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ ഒരു ലിക്വിഡും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറിലേക്ക് കിടക്കാം. നമ്മൾ മാറ്റി വെച്ച പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലും ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നല്ല കളർ വരും കേട്ടോ. പിന്നെ കുറച്ച് 1/2 kg കൂടി ചേർത്തുന്നുണ്ട്. കുറച്ച് അധികം ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ എനിക്കുള്ളത് ഞാൻ മുഴുവനായിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല, ബിരിയാണി മസാല ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് നല്ല അടച്ച് വെച്ച് ദം ചെയ്യുക. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് കുറച്ച് തീ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീ മതി ദമ്മായി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം ബിരിയാണി എല്ലാം റെഡിയായി സെറ്റാക്കിയിട്ടുണ്ട്. അർജോട്ടം കാത്തിരിക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടി. വിശന്ന് പോയി, ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ബിരിയാണിൻ്റെ ഒക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിക്കുന്ന കഴിപ്പ് കാണാം. എൻ്റെ മോനും ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ മോൻ നന്നായി കഴിക്കുന്നുണ്ട്. ബിരിയാണി എന്ന് വെച്ചാൽ ഫേവറേറ്റാണ് എൻ്റെ ബാവക്ക്. ഓന് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും ബാവക്ക് നല്ലോണം ഇഷ്ടമാക്കി. ഓ നല്ലോണം കഴിച്ചിട്ടുണ്ട് ബിരിയാണി. ഇനിയിപ്പോൾ എനിക്കും കൂടി നോക്കാം. ഞാൻ കഴിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ട് ഞാൻ പറയാം. കാണുമ്പോൾ തന്നെ നല്ല കളറും എല്ലാം ഉണ്ട്. എനിക്കിഷ്ടമായിട്ടുണ്ട്. കാണുമ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ട്. ടേസ്റ്റ് വെക്കാം, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് കമൻറ്റ് ചെയ്യുക.